ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ വ്യവസ്ഥകളും വിവിധ വശങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു വചനഭാഗം വായിച്ച് വചനം ചിന്തിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നെ, നീ എന്തിനു കരയുന്നു? എന്തിനു പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നതെന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിക്കൽ ആസനത്തിലിരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. നമ്മളിവിടെ വായിച്ചു കേട്ട വചനഭാഗം വളരെ പരിചയമുള്ള ഒരു വചനഭാഗമാണ്. ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്നയുടെ ഭർത്താവാണ് ഏൽക്കാന. ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരാണ്. ഒരാള് ഹന്നയും മറ്റൊന്ന് പെനീനയും. ഹന്നയ്ക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ദൈവം അവളുടെ ഗർഭം അടച്ചിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഭർത്താവായ ഏൽക്കാന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും താൻ ഏറ്റവും കൂടുതൽ കരുതുന്നതും ഹന്നയാണ്. പെനീനയെ അത്രയും സ്നേഹമില്ല. എന്നാൽ പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. അപ്പോൾ പോകുമ്പോഴെല്ലാം ഒരു ഭാര്യ, ഏൽക്കാനയുടെ ഒരു ഭാര്യ ഹന്നയെ കുത്തുവാക്ക് പറയും, മുഷിപ്പിക്കും. അവള് വളരെ ഭാരപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം അവൾ ഈ കാര്യത്തിൽ വളരെ വിഷമിച്ചു പോയി, കരഞ്ഞ് പട്ടിണി കിടന്നു. ഭക്ഷണം വേണ്ട. കാരണം തൻ്റെ അനുഭവം ഓർത്ത് താൻ ഒന്നും കഴിക്കാതെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഭർത്താവ് അടുത്ത് വന്ന് പറഞ്ഞു, ഏൽക്കാന അടുത്ത് വന്ന് പറഞ്ഞു, ഹന്നെ, നീ എന്തിന് കരഞ്ഞ് പട്ടിണി കിടന്നു? നീ എന്തിനിങ്ങനെ കരയുന്നു? ഞാൻ നിനക്ക് 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളെക്കാൾ നിനക്ക് പ്രിയപ്പെട്ടവനല്ലേ? ഇത്രയും വരുമോ? അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നിട്ട് നീ ഇങ്ങനെ കരഞ്ഞ് പട്ടിണി കിടക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? പക്ഷെ അവിടെ വചനം പറയുന്നത് ഹന്ന അതത്ര കാര്യമാക്കിയില്ല. അവൾ പോയി ദൈവാലയത്തിൽ പോയി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് പറഞ്ഞു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, ഹന്ന ഭർത്താവിൻ്റെ വാക്ക് കേട്ട് അതിൽ മതിമറന്നെങ്കിൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ട് അവള് ഭർത്താവിൻ്റെ വാക്കിന് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ട് മറ്റേ കാര്യം അത് പോയിക്കോട്ടെ, കുഞ്ഞുങ്ങളില്ലാത്തത് ഇല്ല, വേണ്ട, ഇല്ലെങ്കിൽ വേണ്ട, എൻ്റെ ഭർത്താവ് അതിനേക്കാളെല്ലാം എന്നെ സ്നേഹിക്കുന്നവനും എനിക്ക് വേണ്ടി കരുതുന്നവനും എല്ലാമാണ്, പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? ഇങ്ങനെ അവൾ പോയില്ല. പകരം അവള് തൻ്റെ മനോവ്യഥയിൽ ദൈവാലയത്തിൽ ചെന്ന് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താണ് അതിൻ്റെ കാരണം? ദൈവത്തിൻ്റെ വചനത്തിൽ അതിന് മുമ്പ് അവർക്കൊരു ചരിത്രമുണ്ട്. ഇവരെല്ലാവരും യാക്കോബിൻ്റെ മക്കളാണ്. യാക്കോബിൻ്റെ
തലമുറയിൽപ്പെട്ടതാണ് ഈ ആ, ഹന്നയും പെനീനയും എൽക്കാനയും എല്ലാം. യാക്കോബിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. യാക്കോബിന് 2 ഭാര്യമാരാണ് നിയമപ്രകാരം ഉണ്ടായിരുന്നത്. അതിനോട് 2 അവരുടെ ദാസിമാരും ചേർന്ന് ആണ് അവരുടെ മക്കളെ 12 ഗോത്രങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ തനിക്ക് മക്കളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട മക്കളൊക്കെയും എല്ലാം യാക്കോബിന് വേണ്ടപ്പെട്ടതും ഇസ്രായേൽ ഗോത്രത്തിൽ പെട്ടതാണെങ്കിലും യാക്കോബിന് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നത് റാഹേലിനോടും റാഹേലിന്റെ മക്കളായ യോസേഫിനോടും ബെന്യാമീനോടും. അവരോടാണ് പ്രത്യേകമായ ഒരു സ്നേഹം. എന്നാൽ നമ്മൾ ആ ചരിത്രം പഠിക്കുമ്പോൾ കാണുന്നത് ഒരു ഭാര്യയായിട്ട് താൻ കണക്ക് കൂട്ടിയിട്ടുള്ളത് റാഹേലിനെ മാത്രമേ ഉള്ളൂ. മൂത്തവളായ ലേയ കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് ആദ്യജാതനായ രൂബേനെ പ്രസവിച്ചു. 2 ശിമയോൻ, ലേവി, യഹൂദ എന്നിങ്ങനെ യാക്കോബിന്റെ മൂത്ത മക്കളെ ഒക്കെയും പ്രസവിച്ചത് ലേയ. പക്ഷേ സ്നേഹം റാഹേലിനോടാണ്. യാക്കോബ് പറ്റി നിൽക്കുന്നത് റാഹേലിനോടാണ്. സമയാസമയങ്ങളിൽ അത്രമാത്രം ദുഃഖം അതിനെക്കുറിച്ച് ലേയ അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ ആ ദുഃഖത്തിൻ്റെ ആഴം അറിയണമെങ്കിൽ ഒരു ദിവസം ഇവര് വയലിൽ പോയപ്പോൾ ദൂതായിപ്പഴം, അതിൻ്റെ ഇംഗ്ലീഷിൽ മാൻഡ്രേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു പഴമൊന്ന് കൂട്ടിയാൽ മതി. ദൂതായിപ്പഴം കിട്ടിയത് രൂപേൻ വയലിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നു. നല്ല പഴം. അപ്പോൾ ഇവരുടെ കൂടാരം അടുത്തടുത്താ. യാക്കോബിന്റെ 2 ഭാര്യമാരെയും കൂടാരം അപ്പുറം ഇപ്പുറയാണ്. റാഹേലിന്റെ കൂടാരം അവിടെ, അതിൻ്റെ ഇപ്പുറേ ലേയയുടെ കൂടാരം. ലേയയുടെ കൂടാരത്തിൽ ലേയയും മക്കളും, റാഹേലിന്റെ കൂടാരം അപ്പുറം. രൂപൻ ഈ പഴവുമായിട്ട് വന്നപ്പോൾ റാഹേല് പറഞ്ഞു, ലേയയോട് പറഞ്ഞ്, ലേയെ ആ ദൂതായിപ്പഴം കുറച്ച് എനിക്ക് തന്നെ. അതോടുകൂടി ലേയയുടെ സങ്കടം വർദ്ധിച്ചു. അവള് പറഞ്ഞ്, എൻ്റെ ഭർത്താവിനെ നീ എടുത്തില്ലേ? എൻ്റെ ഭർത്താവിനെ നീ എടുത്തു, അത് നീ എടുത്തു, നീ എൻ്റെ മകൻ്റെ ദൂതായിപ്പഴവും കൂടെ വേണോ? അപ്പോൾ റാഹേൽ പറഞ്ഞു, ആകട്ടെ, ഇന്നൊരു ദിവസത്തേക്ക് ഈ ദൂതായിപ്പഴത്തിന് പകരം യാക്കോബ് നമ്മുടെ ഭർത്താവ് നിന്റെ കൂടെ വന്നോട്ടെ, നിന്റെ കൂടാരത്തിൽ കിടന്നോട്ടെ. അങ്ങനെ അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ്, ഒരു ധാരണയായി. വൈകുന്നേരം വയലിൽ വേലയൊക്കെ കഴിഞ്ഞതിന് ശേഷം യാക്കോബ് വയലിൽ നിന്ന് തിരിച്ചു വരുക, ക്ഷീണിതനാണ്. വിശ്രമിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും സാധാരണ പതിവ് ഇവൻ വന്ന് ലേയുടെ കൂടാരത്തിന്റെ ആ ഭാഗത്തൊക്കെ നോക്കി നേരെ റാഹേലിന്റെ കൂടാരത്തിൽ പോയിട്ടാണ് വിശ്രമിക്കുന്നത്. ഇന്ന് പതിവില്ലാതെ ലേയ യാക്കോബിനെ എതിരേറ്റ് ചെന്നു. നിനക്കെന്ത് വേണം? ഇന്ന് നീ എൻ്റെ കൂടാരത്തിൽ കിടക്കണം, എന്നോട് എൻ്റെ കൂടെ വരണം. കാരണം ഇന്ന് എൻ്റെ മകൻ രൂപൻ ദൂതായിപ്പഴം വയലിൽ പോയപ്പോൾ കിട്ടിയത് പറിച്ചുകൊണ്ട് വന്നപ്പോൾ റാഹേലിന് വേണമെന്ന് പറഞ്ഞു. നീ എൻ്റെ കൂടെ, യാക്കോബ് ഭർത്താവ് ഇന്ന് ഒരു ദിവസം എൻ്റെ കൂടെ കഴിഞ്ഞോട്ടെ എന്നുള്ള ധാരണയിൽ, എഗ്രിമെന്റിൽ ഞാൻ ദൂതായിപ്പഴം കൊടുത്തു, നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക.
നിവൃത്തിയില്ല. വാക്കാ. അന്ന് അന്ന് അവളുടെ ഭർത്താവായ യാക്കോബ് ലേയയുടെ കൂടാരത്തിൽ അവളോടുകൂടി വിശ്രമിക്കാൻ പോയി. അപ്പോൾ ഒരു ഭാര്യയുടെ ദുഃഖമാണ് അവളോട് പറഞ്ഞത്. അത്രയധികം ധിക്കരിക്കപ്പെട്ടതും ബഹിഷ്കരിക്കപ്പെട്ടതും നിന്ദിക്കപ്പെട്ടതും അപമാനിക്കപ്പെട്ടതും വേദനപ്പെട്ടതുമായ ഒരു വ്യക്തിയാണ് ലേയ. കാരണം എന്തെല്ലാം സംസാരിച്ചാലും പറഞ്ഞാലും യാക്കോബിന്റെ ഹൃദയം റാഹേലിനോട് കൂടെയാണ്. അത്രയധികം സ്നേഹമാണ്. അത് തന്നെ ഇപ്പോൾ നമ്മളിവിടെ ഹന്നയുടെ കാര്യത്തിലും കേട്ടത്. സംഭവം അതല്ല. കാലങ്ങൾ മുമ്പോട്ട് പോയി യൗവന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വാർദ്ധക്യത്തിലേക്ക് പതുക്കെ നീങ്ങി. കാര്യത്തിന്റെ പൊരുളൊക്കെ തിരിഞ്ഞു. അനുഗ്രഹം ദൈവാത്മാവ് തന്നിൽ കൂടി അനുഗ്രഹിച്ചപ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തി. യഹൂദയിൽ നിന്ന് ചെങ്കോൽ മാറിപ്പോകുകയില്ല. ചെങ്കോൽ വരുന്നത് യഹൂദയിൽ നിന്നാണ്. അത് ലേയയുടെ മകനാണ്. രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ നാലാമത്തെ പുത്രനാണ്. യഹൂദ അവനിലാണ്, അവന്റെ തലമുറയിലാണ് മശിഹ വരുന്നത്. യഹൂദയിൽ നിന്ന് ക്രിസ്തു ഉദിച്ചുവെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അവനിൽ കൂടിയാണ് മശിഹ വരേണ്ടത്. അപ്പോ നാളെ പന്തിക്കിരിക്കുന്ന ദിവസം ആരൊക്കെ വരും? അബ്രഹാമും കൂടെ സാറായും വരും, കൂട്ടവകാശി. ഇസഹാക്ക് വരും, കൂടെ റിബേക്ക വരും. യാക്കോബ് വരും, കൂടെ റാഹേലല്ല ലേയാണ് വരേണ്ടത്. കാര്യം മനസ്സിലാക്കിയതോടുകൂടി അപ്പോഴേക്കും യൗവനശക്തിയൊക്കെ കുറഞ്ഞു. കാര്യം മനസ്സിലാക്കി അപ്പോഴേക്കും ലേയ മരിക്കുകയും ചെയ്തു. ലേയ മരിച്ച് അവിടെ കൊണ്ടുപോയി പിതാക്കന്മാരെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കി. അബ്രഹാമിനെയും ഇസ്ഹാക്കും കൊണ്ടുപോയി അബ്രഹാമിനെയും സാറായും കൊണ്ട് അടക്കിയ, ഇസ്ഹാക്കിനെയും റബേക്കയും കൊണ്ട് അടക്കിയ സ്ഥലത്ത് ലേയയും കൊണ്ട് അടക്കി. ഭംഗിയായിട്ടൊരു തലമുറ കിടക്കുക. കാര്യങ്ങൾ വാർദ്ധക്യത്തിലേക്ക് വന്നപ്പോൾ റാഹേലിൽ യാക്കോബിനുണ്ടായ യോസെഫിനോട് യാക്കോബ് പറയുകയാണ്, മോനെ, നമ്മൾ ഇവിടെ ഈ ദേശത്ത് വരാൻ അല്പസമയം കാലം ബാക്കിയുള്ളപ്പോൾ നിന്റെ അമ്മ മരിച്ച്, റാഹേൽ മരിച്ച്. അവളെ വഴിയരികെ അടക്കം ചെയ്തു. നാളുകൾ കഴിഞ്ഞപ്പോൾ ലേയ മരിച്ചു. അവളെ പിതാക്കന്മാരുടെ കല്ലറയിൽ മക്ബേല ഗുഹയിൽ കൊണ്ടുപോയി അടക്കി. ഇതാ എൻ്റെ കാലവും തീരാൻ പോവുക. നീ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരത്തെ ലേയുടെ അടുക്കൽ കൊണ്ടുപോയി അടക്കണം. അയ്യോ, തൻ്റെ ജീവിതം എന്തായിരുന്നു? ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് ഒരു മാന്യത, ഒരു സ്നേഹം, ഒരു സംരക്ഷണം, ഒരു ആശ്വാസം, അതല്ലേ ഏറ്റവും വലുത്. അത് അവൾക്ക് ലഭിച്ചിട്ടുണ്ടോ? മുഴുവൻ സ്നേഹവും മുഴുവൻ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ശ്രദ്ധയും റാഹേലിന് കൊടുത്തു. ഒടുവിൽ മരിച്ചു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ യാക്കോബ് പറയുകയാണ്, അവളുടെ അടുക്കൽ എന്നെ അടക്കം ചെയ്യണം. ആരുടെ അടുക്കൽ? ലേയുടെ അടുക്കൽ. നമ്മളിപ്പോൾ ഈ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇത് പഠിച്ചിട്ടുള്ളവൻ യൗവനത്തിൽ ഒരു പ്രിയമുണ്ടെങ്കിലും, ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ മക്കളായി ആരായിട്ടും എന്ത് പ്രിയമുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും അടങ്ങിയിരിക്കില്ല. ദൈവത്തിൽ നിന്നുള്ള അവകാശം പ്രാപിച്ചിട്ടല്ലാതെ ദൈവം കണ്ടവൻ അടങ്ങിയിരിക്കില്ല. ഇതറിയാവുന്ന ഹന്നയോട് ഏൽക്കാന പറയുകയാണ്, എന്നെ നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നിനക്ക് എന്ത് 10 ആൺമക്കൾ ഉണ്ടുള്ളതിനേക്കാൾ ഭേദമല്ലേ ഞാൻ? ശരിയാ, ശരിയാ. ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ.
യാക്കോബും റാഹേലും തമ്മിൽ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. എന്നിട്ട് വയസ്സായപ്പോ കൊണ്ടുപോയി ഇവിടെ അവളെ വഴിയിലടക്കിയിട്ട് ലേയെ അടക്കിയെടുത്ത് പോയി കിടന്ന് അതിന്റെ കൂടെ കിടത്തണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? മനുഷ്യന്റെ ജീവിതത്തിൽ താൻ പ്രാപിക്കേണ്ടുന്ന ദൈവീക അവകാശം മറ്റൊന്നിനാലും വെച്ച് മാറാൻ ദൈവഭക്തന് വ്യവസ്ഥയില്ല. ഭക്തനാണെങ്കിൽ അത് ചെയ്യുകയില്ല. അവള് ഭർത്താവ് പറഞ്ഞത് കേട്ടു. ശരി, നല്ല കാര്യം തന്നെ. 10 മക്കളുള്ളതിനേക്കാൾ നല്ലത് തന്നെയാണ് എൻ്റെ ഭർത്താവ് എനിക്കുള്ളത്. കരയണ്ട, പട്ടിണി കിടക്കണ്ട, ഭർത്താവ് ആശ്വസിപ്പിച്ചു, അതൊക്കെയും ശരി തന്നെയാണ്. അവള് നേരെ പോയത് വിശുദ്ധ മന്ദിരത്തിലേക്കാണ്. വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. അവള് ഒടുവിൽ ഒരു നേർച്ച നേർന്ന് പറഞ്ഞു, കർത്താവെ, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തരുന്നുവെങ്കിൽ ജീവപര്യന്തം അവന്റെ തലയിൽ ക്ഷവരക്കത്തി തൊടിയിക്കില്ല. അവൻ നിനക്ക് നാസീറായിട്ട് നിനക്ക് തരും. നിന്റെ ആലയത്തിലേക്ക് അവനെ ഞാൻ തരും. പ്രാർത്ഥന ദൈവം കേട്ടു. പിന്നെ മക്കളില്ലാത്തതിന്റെ പേരിൽ ഹന്നയുടെ മുഖം വാടിയിട്ടില്ല. താമസിയാതെ ദൈവം ഹന്നയ്ക്കൊരു കുഞ്ഞിനെ കൊടുത്തു. അവനാണ് ശമൂവേൽ പ്രവാചകൻ. ഭർത്താവിന്റെ വാക്ക് കേട്ട് അവിടെ ഇരുന്നെങ്കിലും, ഭർത്താവിന്റെ വാക്ക് കേട്ട് കരയും വേണ്ട മോളെ, ഒന്നും പേടിക്കണ്ട, ഞാനാണ് നിനക്കുള്ളത്, ഇതും കേട്ടോണ്ടിരുന്നെങ്കിലോ, വാർദ്ധക്യത്തിലെത്തും. വാർദ്ധക്യത്തിലെത്തും കൈപിടിക്കാൻ മക്കൾ വേണം. പെനിയന്നയ്ക്ക് മക്കളുള്ളൂ. അന്നയെ താങ്ങിക്കൊണ്ട് നടക്കാൻ വേറെ ആള് വേണം. കാര്യങ്ങൾ വേറെ തരത്തിലേക്ക് തിരിയും. ഇതാണ് ദൈവീക അവകാശം. ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിക്കേണ്ടത് എന്തോ അതിനു വേണ്ടി ഞാൻ പോരാടും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അടങ്ങിയിരിക്കില്ല. അടങ്ങിയിരിക്കാൻ പാടില്ല. ഞാൻ പ്രാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ലഭിക്കും വരെയും എൻ്റെ മുഖം വാടിയിരിക്കും. അത് തരുമെന്ന് കർത്താവ് ഉറപ്പ് പറയുന്നതോടുകൂടി എൻ്റെ മുഖത്തെ വാട്ടം മാറും. ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതെ ദൈവം ആശ്വസിപ്പിക്കേണ്ട സ്ഥാനത്ത് ഭർത്താവ് ആശ്വസിപ്പിച്ചാൽ മതിയോ? മക്കൾ ആശ്വസിപ്പിച്ചാൽ മതിയോ? പോരാ. അത് ദൈവം തന്നെ ആശ്വസിപ്പിക്കണം. അത് ദൈവം തന്നെ മറുപടി തരണം. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം ഇന്ന് സഭയെ പഠിപ്പിക്കുന്നത്, ദൈവസഭ പ്രാപിച്ചെടുക്കേണ്ടുന്ന വിഷയങ്ങളുണ്ട്. അത് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാൽ മതിയെന്ന് വെക്കേണ്ടതല്ല. ഭൗതിക കാര്യങ്ങളാൽ തൃപ്തി പ്രാപിക്കേണ്ടതല്ല. പിന്നെയോ ദൈവത്താൽ പ്രാപിക്കേണ്ടതും നിത്യത വരെയും നിലനിൽക്കേണ്ടതുമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ. അതിനുവേണ്ടി കരഞ്ഞേ പറ്റൂ. അതിനുവേണ്ടി ഉപവസിച്ചേ പറ്റൂ. അതിനുവേണ്ടി മുഖം വാടിയേ പറ്റൂ. അത് ഉറപ്പായാൽ മുഖം വാടാതെ വണ്ണം മറുപടി തരാൻ കഴിവുള്ളവൻ, കണ്ണുനീരിനെ മറികടക്കാതെ മറുപടി നൽകുന്നവൻ, തക്ക സമയത്ത് അത് പ്രവർത്തിക്കാൻ തക്കവണ്ണം അടുത്തു വരും. ആ മാനം വലുതുമായിരിക്കും. ആ മാനം വലുതുമായിരിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. പ്രാപിക്കേണ്ടത് നമ്മൾ ഈ ആയുഷ്കാലത്ത് ഇവിടെ നിന്ന് അസ്തമിച്ചു പോകുന്നതിന് മുമ്പേ തന്നെ അത് പ്രാപിച്ച ദൈവത്തിന് മുമ്പാകെ പ്രാഗൽഭ്യത്തോടെ, സന്തോഷത്തോടെ, മുഖവാട്ടമില്ലാതെ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.